തൊടുപുഴയിലെ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിൽ എഴുത്തുകാരി ശാരദക്കുട്ടി എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഞാൻ കാഞ്ചന ടീച്ചറെ ഓർക്കുന്നു. കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോൾ ടീച്ചർ വിധവയായി. അതിസുന്ദരിയായ ടീച്ചറെ പുനർവിവാഹം ചെയ്യാൻ പലരും തയ്യാറായി. പരിചയപ്പെട്ട് വളരെ അടുത്തിടപഴകി ബോധ്യപ്പെട്ട ഒരു സുഹൃത്തിനെ ടീച്ചർ പുനർവിവാഹം ചെയ്തു. 3-ാമത്തെ ദിവസം അയാൾ പറഞ്ഞു കുട്ടിയെ മാറ്റിക്കിടത്തണം. ടീച്ചർ പറഞ്ഞു, സാവകാശം അവൻ തനിയെ മാറിക്കിടക്കും, അല്ലാതെ അവന് ഷോക്കുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. 2 ദിവസത്തിൽ കൂടുതൽ അയാളുടെ അസഹ്യതയും ഗൗരവവും സഹിക്കാൻ ടീച്ചർ തയ്യാറായില്ല. വിവാഹത്തിന്റെ 6-ാം ദിവസം അയാളോട് ബന്ധം തുടരാൻ സാധ്യമല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ടീച്ചർ തീർത്തു പറയുകയും അയാളെ പറഞ്ഞുവിടുകയും ചെയ്തു. ടീച്ചർക്ക് വരുമാനമുള്ളതുകൊണ്ടും ആത്മാഭിമാനമുള്ളതുകൊണ്ടും രക്ഷപ്പെട്ടു. ഇന്നും പുറം നിറഞ്ഞു കിടക്കുന്ന ആ മുടിയും വിരിച്ചിട്ട് ടീച്ചർ തലയുയർത്തി നടന്നു പോകുന്നത് കാണുമ്പോൾ ബഹുമാനമേ തോന്നിയിട്ടുള്ളൂ. പുനർവിവാഹത്തിനും ആരെയും ഭയന്നില്ല. അത് വേണ്ടെന്ന് വെക്കാനും ആരോടും ചോദിച്ചതുമില്ല. തന്റെ മാത്രമായ കുഞ്ഞിനെ സ്നേഹിക്കാൻ അയാൾക്ക് പറ്റില്ലെന്ന് ടീച്ചർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അമ്മയുടെ ഇഷ്ടക്കാരെല്ലാം ദുഷ്ടന്മാരായിരിക്കില്ല. പക്ഷെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു ശ്വാസത്തിലെങ്കിലും ദുഷ്ടത അനുഭവപ്പെട്ടാൽ ഒഴിവാക്കാൻ കഴിയണം. വരുമാനമുള്ള ഒരു സ്ത്രീക്ക് അടിമത്തത്തിന്റെ ആവശ്യമേയില്ല. വെയിലത്ത് നടക്കുമ്പോൾ കൂടെയുള്ളയാൾ തണലാകുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ വെയിൽ കൊള്ളാൻ തയ്യാറാകണം. അതിന് വരുമാനം വേണം. അത് ഉണ്ടാക്കിയിട്ട് പ്രണയിക്കണം. കാഞ്ചന ടീച്ചർ മാതൃകയാകട്ടെ. പിഞ്ചുകുഞ്ഞിന്റെ മരണവേദന കണ്ടാൽ ആർക്കാണ് നെഞ്ച് വേഗാതിരിക്കുക? സ്ത്രീകൾ പ്രായോഗികമായ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കൂ. ആണായാലും പെണ്ണായാലും സ്വന്തം സുരക്ഷിതത്വം, സമാധാനം എല്ലാം പ്രധാനമാണ്. ഉത്തമ സാമൂഹിക ജീവി ആയിരിക്കാനും അത് വേണം.